Okay, greetings students. Imagine that you have a problem that you need to solve and you are looking for some innovative solutions. ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ട് കോഗ്നിറ്റീവ് അപ്രോച്ചസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഈ രണ്ടെണ്ണമാണ് കൺവേർജൻറ്റ് തിങ്കിങ്ങും ഡൈവേർജൻറ്റ് തിങ്കിങ്ങും. ഇത് ടേൺ ചെയ്തിരിക്കുന്നത് 1956 സൈക്കോളജിസ്റ്റ് JP ഗുള്ളിഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റാണ്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിരിക്കും, ഡൈവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വെബ് ലൈക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ പല ഐഡിയാസിൻ്റെയും കണക്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. അതേസമയം കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ഒരു സിംഗിൾ സൊല്യൂഷനാക്കി മാറ്റി ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയാസ് എല്ലാം ഔട്ട്വേർഡായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ഒരു സെറ്റ് ഓഫ് റൂളൊന്നുമില്ല ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൽ. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ ഒഴിവാക്കിയ കാര്യങ്ങൾ അത് വെച്ചിട്ട് നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു പല പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. ഡൈവേർജൻറ്റ് തിങ്കിങ് ഈസ് മോർ ഫ്ലെക്സിബിൾ ഒക്കെയാണ്. കൺവേർജൻറ്റ് തിങ്കിങ് ഭയങ്കര അനലിറ്റിക്കലുമാണ്. എന്താണ് ബെസ്റ്റ് എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന തിങ്കിങ്ങിനെയാണ് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ആണ്. ഓക്കെ, എന്തായിരിക്കും അതിൻ്റെ എൻഡ് എന്നുള്ളത് പറയാൻ പറ്റില്ല, അൺനോൺ ആണ്. ചില ഐഡിയാസ് വർക്ക് ചെയ്യും, ചിലത് വർക്ക് ചെയ്യില്ല. കൺവേർജൻറ്റ് തിങ്കിങ് വൈ എന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, ഡൈവേർജൻറ്റ് തിങ്കിങ് വൈ നോട്ട് എന്നുള്ള ക്വസ്റ്റ്യനുമാണ് ചോദിക്കുന്നത്. സോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു രണ്ടും സെപ്പറേറ്റ് അപ്രോച്ചസ് ആണ്, കോമ്പറ്റേറ്റീവ് ആണെന്ന്. പക്ഷെ അല്ല, ഇത് നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് ഒരേ ഇൻസ്റ്റൻസിൽ തന്നെ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയാണ്, കമ്പനി ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം അവർ ആക്ച്വലി ചെയ്യുന്ന ഡൈവേർജൻറ്റ് തിങ്കിങ് ആയിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് മൾട്ടിപ്പിൾ ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് ഈ മൾട്ടിപ്പിൾ ഐഡിയാസ് എല്ലാം അനലൈസ് ചെയ്ത് നാരോ ചെയ്ത് ഒരു കൺവേർജൻറ്റ് തിങ്കിങ്ങിലേക്ക് എത്തിക്കും. എന്നിട്ട് പിന്നെയും അതിനെ മൾട്ടിപ്പിളായി മാറ്റി, അതായത് ഡൈവേർജൻ്റ് ആക്കി മാറ്റി, പിന്നെയും ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവ് ഓഫ് കോഗ്നിറ്റീവ് തിങ്കിങ്ങിലേക്ക് എത്തി. എന്നിട്ട് പിന്നെയും അതിനെ കൺവേർജൻറ്റ് തിങ്കിങ് വഴി സ്പെസിഫൈഡ് ആക്കും. എന്നിട്ട് ഇതൊരു സൈക്കിൾ പോലെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ദിസ് ഷോസ് ദാറ്റ് ബോത്ത് ആർ നെസസറി. ആൻഡ് നോട്ട് ദാറ്റ് നമ്മുടെ കൺവേർജൻറ്റും ഡൈവേർജൻറ്റ് തിങ്കിങ്ങും ഇസ് മോസ്റ്റ് ഫണ്ടമെൻ്റൽ എലമെൻറ്റ് ഓഫ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. മോസ്റ്റ് ഓഫ് അസ്, ഇപ്പം എനിക്കാണെങ്കിലും പല ഐഡിയാസും അനലൈസ് ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ് എന്ന് തോന്നിയിട്ടുണ്ട്, അല്ലേ? പല ഐഡിയാസും ഡൈസെക്റ്റ് ചെയ്യാൻ മിടുക്കനാണെന്ന് തോന്നിയിട്ടുണ്ട്. ബേസിക്കലി കൺവേർജൻറ്റ് തിങ്കിങ് എല്ലാവർക്കും നല്ലതാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പുതിയ ഐഡിയയിലോട്ട് വരാനോ ഡെവലപ്പ് ചെയ്യാനോ നമ്മളെല്ലാവരും വീക്കാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ഇൻസ്റ്റൻസസിൽ നമ്മൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരാറില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രണ്ടും ആക്ച്വലി ഐഡിയാസിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്നിട്ട് എന്താണ് ആ ഐഡിയ വെച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൺവേർജൻറ്റും ഡൈവേർജൻറ്റും പറയുന്നത്. പക്ഷേ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. പല ഐഡിയാസ് ഉണ്ടാവും നമ്മുടെ മനസ്സിൽ, പക്ഷേ എന്ത് ഡിസൈഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് രണ്ടും വേറെ വേറെയാണ്. പലപ്പോഴും നമ്മളിത് ഒരുമിച്ച് എടുക്കുന്നതാണ് നമ്മുടെ പ്രോബ്ലം. ആൻഡ് പലപ്പോഴും നമ്മൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരാത്തതും ഇതുകൊണ്ടാണ് ആക്ച്വലി. ഈ ഒരു ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, someone is telling we need some ideas എന്ന് പറയുന്നു. ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുന്നു I have an idea, അത് ട്രൈ ചെയ്യാമെന്ന് പറയും. അപ്പം ദ ബോസ് ടെൽസ് ഇത് നമ്മൾ ലാസ്റ്റ് ഇയർ നോക്കിയതാണ്, ഈ ഐഡിയ പറ്റില്ല എന്ന് പറയും. അല്ലെങ്കിൽ പറയുന്നു ഇത് ഒരുപാട് സമയമെടുക്കും, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകളും പറയുന്നു. അപ്പം ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇനിയും ഒരിക്കലും അയാൾക്കൊരു ഐഡിയ പറയാതിരിക്കാനുള്ള ചാൻസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബേസിക്കലി ഇറ്റ് ഫണ്ടമെൻ്റലി ഷട്ട് ഡൗൺ എനിവൺ ഫ്രം ഹാവിങ് എൻ ഐഡിയ. കാരണം ദർ ഓൾറെഡി ആൻറ്റിസിപ്പേറ്റിങ് ആരെങ്കിലും ഒരാൾ ഇതിനെന്തെങ്കിലും ഒരു റീസൺ കണ്ടുപിടിക്കും ഐഡിയയ്ക്ക് എതിരെ. ആൻഡ് വാട്ട് ദിസ് ഡസ് ഇസ് ആക്ച്വലി ഇറ്റ് ഡസൻറ്റ് ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ. പുതിയ സാധ്യതകളും എങ്ങനെയായിരിക്കും എന്നുള്ളത് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. സോ ഹിയർ ഈസ് എ ഗുഡ് ടിപ്പ്. One of the thing you can do while coming up with new ideas is to spend more time. ഓക്കെ, സമയം കൂടുതലും ചിലവഴിക്കുക. ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും,
എത്രത്തോളം ഇത് വർക്ക് ആകും, എന്തൊക്കെയാണ് ഇതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ടൈം എടുത്ത് മനസ്സിലാക്കി കണ്ടുപിടിക്കുക. എന്നാൽ അതേസമയം ആ ഐഡിയാസിനെ ജഡ്ജ് ചെയ്യാതെ പുറകോട്ട് കൊണ്ടുവരാതെ അതിന് കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ഉള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുക. ഇതാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ വരുന്ന രണ്ട് പാർട്സ്, അതായത് കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, കുറച്ച് കൺവേർജൻ്റെയും ഡൈവേർജൻ്റെയും ക്വസ്റ്റ്യൻസ് നോക്കാം. കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് മിക്കവാറും തുടങ്ങുന്നത് ഹൂ, വെയർ, വാട്ട്, വെൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ടേർട്ടിൽ. ഓക്കെ, നമ്മുടെ കൺവേർജൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു ടേർട്ടിൽസ് ഈറ്റ്. ഇതിൻ്റെ ആൻസർ ഏകദേശം ഒബ്വിയസ് ആണ്. നമുക്കറിയാം അതിനൊരു ഡയറ്റ് ഉണ്ട്, പക്ഷെ കൂടുതലും അത് സ്നെയിൽസിനെയും ഇൻസെക്ട്സിനെയൊക്കെയാണ് കഴിക്കുന്നത്. അതുപോലെ മീനിനെയും കഴിക്കും. ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. ഏകദേശം ഒബ്വിയസ് ആയിരുന്നു ആൻസേഴ്സ്. ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തരികയാണ്. നിങ്ങൾ ഈ കൺവേർജൻറ്റ് ക്വസ്റ്റ്യന് വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്. നിങ്ങൾ ഈ കൺവേർജൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങളൊരു അസൈൻമെൻറ്റ് എഴുതുക, അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കൺവേർജൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ കുറച്ച് ഇൻഫർമേഷൻസും വളരെ കുറവായിട്ട് എഴുതാനുള്ള ചാൻസുകളെ തരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്താണ് ടേർട്ടിൽ കഴിക്കുന്നതെന്നുള്ള ചോദ്യം തന്നെ, അതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ തീർന്നു. അത് വെച്ചിട്ട് ഒരു 2 പേപ്പർ എസ്സേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ബിക്കോസ് വി ഡോണ്ട് നോ. അതിൽ ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. അപ്പം കൺവേർജൻറ്റ് തിങ്കിങ് ആക്ച്വലി തിങ്കിങ്ങും ഇതുപോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡൈവേർജൻറ്റ് തിങ്കിങ്ങിലോട്ട് പോവാം. ഡൈവേർജൻറ്റ് തിങ്കിങ് കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസുകൾ തരുന്നുണ്ട്. ആൻഡ് ഓൾസോ ടു കൺസിഡർ ഓൾ ദ പോസിബിലിറ്റീസ്. ഒരു ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം തിങ്കിങ്ങിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ദേ ആർ മോർ അനലിറ്റിക്കൽ. വൈൽ ഡൂയിങ് എ ഡൈവേർജൻറ്റ് തിങ്കിങ് വി നീഡ് മോർ ബ്രെയിൻ പവർ, എന്നാലേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ചിലപ്പം ഒരുപാട് കൺവേർജൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ തിങ്കിങ്ങിലേക്ക് എത്തുള്ളൂ. ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് ഹൗ കുഡ്, വാട്ട് മൈറ്റ്, അല്ലെങ്കിൽ സപ്പോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടേർട്ടിലിൻ്റെ എക്സാമ്പിൾ തന്നെ നോക്കാം. ഡൈവേർജൻറ്റ് തോട്ട് അല്ലെങ്കിൽ ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവാം: വാട്ട് മൈറ്റ് ഹാപ്പൻ ഇഫ് എ ടേർട്ടിൽ വാസ് റേസ്ഡ് ആസ് എ കാർണിവോർ റാദർ ദാൻ ആൻ ഓംനിവോർ. ഓക്കെ, ഒരു നോൺ വെജായിട്ട് അതിനെ വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ പക്ഷേ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് കൺവേർജൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ വേണം. എന്താണ് ടേർട്ടിൽസ് സാധാരണ തിന്നാറുള്ളത് എന്നറിയണം. എന്നിട്ട് അത് നമ്മളൊരു ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻ ആക്കി കൂടുതൽ ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കണം, എന്നിട്ട് പിന്നെയും ചുരുക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈക്കിൾ. അപ്പോൾ ആക്ച്വലി നമ്മളെ ഔട്ട്സൈഡ് ദ ബോക്സ് ചിന്തിക്കാൻ സഹായിക്കുന്നത് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. കൺവേർജനും ഡൈവേർജൻറ്റ് തിങ്കിങ്ങും നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം ഒരുമിച്ച് വെച്ച് അതിനെല്ലാം സിന്തസൈസ് ചെയ്ത് നമുക്കൊരു റെസ്പോൺസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ആസ് എ റിസർച്ചർ ഏറ്റവും നല്ലത് നമ്മളെ തന്നെ ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, കൂടെ ആൻസേഴ്സും ഒക്കെ തരും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള എബിലിറ്റി ടു തിങ്ക് ഓൾസോ ഡൈവേർജൻറ്റ് തിങ്കിങ് തരുന്നുണ്ട്.